ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇന്ന് നമുക്കൊരു ഹൗസ് വാമിംഗ് ആണ്. പുതിയ വീടിൻ്റെ പാലുകാച്ചൽ ഫംഗ്ഷനാണ് കേട്ടോ. ഒരു പുതിയ വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ വാങ്ങുമ്പോൾ അതിൽ 80% ആളുകളും വരുത്തുന്ന ഏറ്റവും വലിയൊരു അബദ്ധമുണ്ട്. അത് വീടിൻ്റെ ഡിസൈനോ ലൊക്കേഷനോ ഒന്നും അല്ല കേട്ടോ, മറിച്ചത് സ്വന്തമാക്കിയ ശേഷമുള്ള വലിയ നിമിഷം പ്ലാൻ ചെയ്യുന്നതിലാണ്. ഈ പാലുകാച്ചൽ ചടങ്ങും അതിൻ്റെ വിശേഷങ്ങളും കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഒരു വീട് എങ്ങനെയാണ് ശരിക്കും ഹോമായി മാറുന്നതെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇക്ക വന്നപ്പോൾ റംബൂട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാറിൽ വെച്ച് തന്നെ അത് പൊളിച്ച് കഴിക്കുവാണ്. ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് പൊളിച്ച് കഴിക്കാമല്ലോ. നാടൻ റംബൂട്ടാനാണ്, ഇക്ക കൈകൊണ്ട് പറിച്ചെടുത്ത റംബൂട്ടാനായിരുന്നു. നല്ല ടേസ്റ്റുള്ള റംബൂട്ടാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റംബൂട്ടാനും കഴിച്ച് പാലുകാച്ചിൽ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ട് പോകാം കേട്ടോ. പോകുന്ന വഴിക്ക് കാണുന്ന SP മെഡിഫോർട്ട് ഹോസ്പിറ്റലാണ്. തൊട്ടടുത്ത് തന്നെ അനന്തപുരി ഹോസ്പിറ്റലുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ മാൾ ഓഫ് ട്രാവൻകൂർ, അതിൻ്റെ തൊട്ടടുത്താണ് എയർപോർട്ട് വരുന്നത് കേട്ടോ, ട്രിവാൻഡ്രം. അപ്പോൾ ഇതൊക്കെയാണ് പോകുന്ന വഴിയിലെ സ്പെഷ്യൽ കാഴ്ചകൾ. പോകുന്ന വഴിക്ക് ഇക്കടെ സിസ്റ്ററിനെ കൂടെ എടുക്കണം കേട്ടോ. കസിൻ സിസ്റ്ററും മക്കളും ഒക്കെ പോകുന്ന വഴിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിൽ പോയി ഇക്കടെ ഉമ്മായെ എടുക്കണം. അങ്ങനെ പോകുന്ന വഴിയിൽ ബാക്കി കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി വീടിനെ കുറിച്ച് എന്താണെന്ന് നോക്കാം. ഒരു പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു സ്വപ്നഭവനം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് കൃത്യമായി മനസ്സിലായില്ലെങ്കിൽ പിന്നെ അത് വലിയ സാമ്പത്തിക സമയ നഷ്ടങ്ങൾക്ക് കാരണമാകും കേട്ടോ. ഈ യാത്രയിലുടനീളം നാം കാണുന്ന വഴിയോര കാഴ്ചകളും അതിമനോഹരമായ നമ്മളിനി കാണാൻ പോകുന്ന പുതിയ വീടിൻ്റെ ഇൻറ്റീരിയർ ട്രിക്സും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീടിൻ്റെ പ്ലാനിങ്ങിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമ്മളെല്ലാവരും ഒരു കടയിൽ പോയി സാധനം വാങ്ങും പോലെ എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല ഒരു വീട് നിർമ്മാണവും അതിൻ്റെ പാല് കാച്ചലും, അല്ലേ? ഇന്ന് നമ്മൾ പോകുന്ന ഈ വഴിയിലെ ശാന്തമായ കാഴ്ചകൾ പോലെ തന്നെ വീട് നിർമ്മാണത്തിലും പ്ലാനിങ്ങിലും ഒരു സമാധാനം വേണമെങ്കിൽ ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. പലരും വീടിൻ്റെ പുറംമൂടി മാത്രം നോക്കി അകത്തളങ്ങൾ മാറ്റിവെക്കുന്നു. എന്നാൽ വഴിയോരത്തെ പ്രകൃതി ഭംഗി പോലെ വീടിൻ്റെ ഉള്ളിലും സ്വാഭാവികമായ വെളിച്ചവും കാറ്റും ഉറപ്പാക്കുന്നതാണ് യഥാർത്ഥ മാജിക്. ഒരു മികച്ച വീട് പ്ലാൻ ചെയ്യുമ്പോഴും അതിലേക്ക് പുതുതായി പ്രവേശിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. നാച്ചുറൽ ലൈറ്റും വെന്റിലേഷനും. പകൽ സമയങ്ങളിൽ ലൈറ്റ് ഇടേണ്ടി വരുന്നത് കറണ്ട് ബില്ല് കൂടുക മാത്രമല്ല, മാനസിക ഉന്മേഷവും കുറയും കേട്ടോ. കറണ്ട് ബില്ല് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നാച്ചുറൽ ലൈറ്റും, അതായത് സൂര്യപ്രകാശം ഉള്ളിലേക്ക് കടക്കത്തക്ക വണ്ണമുള്ള വിൻഡോ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലാസ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, വെന്റിലേഷൻസ് എല്ലാം നമ്മൾ ഉറപ്പുവരുത്തുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു വെളിച്ചമുണ്ടെങ്കിൽ നമുക്ക് മാനസിക ഉന്മേഷം കൂടും കേട്ടോ. അപ്പോൾ നാച്ചുറൽ ലൈറ്റിങ്ങും വെന്റിലേഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫസ്റ്റ് പോയിൻ്റാണ് കേട്ടോ. രണ്ടാമത് വരുന്നത് സ്പേസ് മാനേജ്മെൻ്റ് ആണ്. നമ്മൾ വീടിന് അകത്ത് ഒരുപാട് സ്ഥലം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ആവശ്യത്തിൽ കൂടുതൽ ഫർണിച്ചറൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ വീടിൻ്റെ വീതിയും ഭംഗിയും ഒക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ട ഫർണിച്ചർ മാത്രം നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അത് കൂടുതൽ ഫർണിച്ചർ ഇടുന്നത് വീടിൻ്റെ വീതി കുറയുന്നതും ഭംഗി കളയാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള ഫേർണിച്ചർ മാത്രമാണെങ്കിൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആ ലൈറ്റിങ്ങും ഫേർണിച്ചറും അപ്പോൾ നല്ല കാമായ നല്ല ഒരു അന്തരീക്ഷമായിരിക്കും. പോകുന്ന വഴിക്ക് രാജകുമാരിയുടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. കഴക്കൂട്ടം സൈഡിലായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. ഇൻറ്റീരിയർ സ്പേസ് മാനേജ്മെൻറ്റ്. ഇൻറ്റീരിയർ സ്പേസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെക്കൻഡ് പോയിൻ്റാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലാസ്റ്റത്തെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് കേട്ടോ. ഫംഗ്ഷന് വേണ്ടി നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, നമ്മൾ അത് വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ നമ്മൾ മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആൻഡ് സ്മൂത്തായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ പാലുകാച്ചിൻ്റെ കേസിൽ വരുവാണെങ്കിൽ, പാലുകാച്ചൽ എന്ന വലിയൊരു ചടങ്ങ് വരുമ്പോൾ അവസാനത്തെ നിമിഷത്തെ നെട്ടോട്ടവും സാമ്പത്തിക സമ്മർദ്ദവും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അങ്ങനെ നമ്മളത് ഇക്കാടെ കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മോനാണ് വന്ന് ഹോണടിച്ചപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവരെ എല്ലാവരെയും പിക്ക് ചെയ്ത് അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന റംബൂട്ടാൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അങ്ങനെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ കഴിച്ചിട്ടൊക്കെ ഇരിക്കട്ടെ, നമുക്ക് വീണ്ടും ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം.
ഈ മുൻകൂട്ടിയുള്ള പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സ്കൂളിലെ ആനുവൽ ഡേ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അത് നേരത്തെ തന്നെ സ്റ്റേജ് ഡെക്കറേഷനും അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും അതിൻ്റെ എന്താണ് ഗസ്റ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ കൊണ്ടുപോകാൻ സാധിക്കുമല്ലേ. അതുപോലെ തന്നെയാണ് ഏതൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, നമുക്ക് അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെ നമ്മൾ ഇക്കാടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഉമ്മ അത് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ വാപ്പായും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കണ്ടുടനെ തന്നെ. അങ്ങനെ ഒരു ഓട്ടോ മുറ്റത്ത് കിടക്കുന്ന കണ്ടിട്ട് ആരാണ് വന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഇക്കാടെ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. അപ്പുറത്ത് എന്തോ ഫംഗ്ഷന് വേണ്ടി വന്നിട്ട് ആളെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന ടൈമിന് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചക്ക ഇരുന്നത് ഡിക്കിയിൽ നിന്നെടുത്ത് വാപ്പാക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി വരിക്ക ചക്കയാണ് കേട്ടോ. അങ്ങനെ ഉമ്മായ വണ്ടിയിൽ കയറ്റി. മക്കളൊക്കെ വളരെ ഹാപ്പിയാണ്. മച്ചാമാരെ കണ്ടപ്പോൾ മക്കൾ രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ്. അവർ നാലുപേരും കളിയും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്തു ടൈം. അങ്ങനെ ഇതാണ് ഇക്കാടെ സിസ്റ്ററുമായിട്ട് അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് മക്കൾ അറിഞ്ഞത് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. നമുക്ക് പിന്നെ ഇറങ്ങാനുള്ള ടൈമില്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ പോകാനുള്ള ധൃതിയിലാണ് കേട്ടോ. ഉമ്മായെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതുകൊണ്ട് ഇവരെല്ലാവരെയും കാണാൻ സാധിച്ചു. മക്കളിവിടെ ഉള്ള കാര്യം അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര നാണമായിരുന്നു മൂത്ത ആളിനെ. ഇതാണ് ആയിഷ നസറിൻ്റെയും മിഷലിൻ്റെയും മദിനിമാർ കേട്ടോ. അങ്ങനെ അവർ കാറിനുള്ളിലായി പോയി. എന്നിട്ടും കാര്യമൊക്കെ പറഞ്ഞ് മൂത്താവിന് ഭയങ്കര നാണമാണ്. ഇത് രണ്ടാമത്തെ ആളാണ് കേട്ടോ. മൂന്നാമത്തെ ആൾ ദേ നിൽക്കുന്നുണ്ട്. മാമ മരുമക്കളോട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് മസിലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് സമയം അവരുമായിട്ട് സ്പെൻഡൊക്കെ ചെയ്യാൻ ഒരുപാട് ടൈമൊന്നുമില്ല. ഉള്ള സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇളയാൾ ഓടിയിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മളും യാത്ര പറഞ്ഞ് നേരെ ഇനി പാലുകാച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട്. കാറിൽ നിന്നും ഓരോരുത്തരായി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ട് ഞാൻ പാലുകാച്ച് വീട്ടിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലുകാച്ച് വീട്ടിൽ ഉണ്ടോ? ഇൻറ്റീരിയറും ലൈറ്റിങ്ങും വെൻറ്റിലേഷനും അതുപോലെ തന്നെ ഇൻറ്റീരിയർ സ്പേസ് മാനേജ്മെൻറ്റ് ഒക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ. പുറമേയുള്ള വീടിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഇതാണ്. ആർക്കിടെക്റ്റിനെയാണ് വീട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ ആദ്യം ഒരു ചെറിയ ഓപ്പൺ സിറ്റ് ഔട്ട്, നെക്സ്റ്റ് കാണുന്നത് ലിവിങ് റൂമും അതുപോലെ തന്നെ ഡൈനിങ് റൂമും ഒരുമിച്ചായിരുന്നു. നമ്മൾ വീട്ടിലേക്ക് ഡയറക്റ്റ് കയറി പോകുമ്പോൾ തന്നെ ഇടത് ഭാഗത്തായിട്ട് കാണുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു ഡ്രസ്സിങ് ടേബിളും ഒരു കട്ടിലും മാത്രമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ബെഡ്റൂമാണ്. അടുത്തതായി ലിവിംഗ് റൂമിൽ നിന്ന് തന്നെ ഒരു ബാത്റൂമും അതുപോലെ വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട് വലത് ഭാഗത്തായിട്ട്. നെക്സ്റ്റ് ഇടത് സൈഡിൽ തന്നെയാണ് മറ്റു ബെഡ്റൂമിനോട് ചേർന്ന് വരുന്ന സെക്കൻഡ് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പോൾ വിൻഡോസ് എല്ലാം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നമുക്ക് ലൈറ്റ്സ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ സൂര്യപ്രകാശം അകത്തേക്ക് കടന്നു വരുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടൈലിൻ്റെ വർക്കും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. വാഷ് ബേസിൻ ഏരിയ. നെക്സ്റ്റ് വലത് ഭാഗത്തുള്ള മെയിൻ ബെഡ്റൂമാണ് കേട്ടോ. അവിടെ ഒരു അലമാരയും അതുപോലെ തന്നെ ഒരു ബെഡുമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്കിനി ഇവിടെ ഏറ്റവും കൂടുതൽ സ്പേസ് തോന്നിക്കുന്നത് ഡൈനിങ് റൂമും ലിവിങ് റൂമും ഇങ്ങനെ ഒരു ഹാളായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. നാലാമത്തെ ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോയത്. ഒരു ഓപ്പൺ കിച്ചണും കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബാക്ക് സൈഡ് ഇത്രയും അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് നല്ല വിശാലമായ മുറ്റം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യൂട്ട് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻസോ ബർത്ത്ഡേ പാർട്ടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ നല്ല അടിപൊളിയായിരിക്കുമല്ലോ. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ബാക്കി ഫുൾ ഓപ്പൺ ടെറസാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് എന്ത് പാർട്ടി വേണമെങ്കിലും നമുക്ക് എന്ത് ഫങ്ഷൻസ് വന്നാലും ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ല വിശാലമായ സ്പേസ് ഉണ്ട് കേട്ടോ മുകളിൽ. ഈ വീടിൽ ഫ്രണ്ടിലാണ് കിണർ വരുന്നത്. അപ്പോൾ അത് മറച്ചുകൊണ്ട് ഈ ചെടി സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു മോഡലുമായി, എന്നാൽ അതിൻ്റെ പുറകെ കിണറും പകുതി നമുക്ക് കവർ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് സ്പേസും പോകത്തില്ല, എന്നാൽ കിണറുമായി നമ്മുടെ ആവശ്യങ്ങൾ നടക്കും. മാഷാഅല്ലാഹ്, അത് അടിപൊളി ഐഡിയ തന്നെയായിരുന്നു. നെക്സ്റ്റ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈവനിങ് ടൈമായിരുന്നു. ഇക്ക സ്നാക്സ് ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പൊറോട്ട, ബിരിയാണി, അങ്ങനെ എല്ലാ ഫുഡും ഉണ്ട്. ചായ, സ്നാക്സ്. അപ്പോൾ നമ്മൾ റൈസാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇക്കാടെ കസിൻ സിസ്റ്ററും
പിന്നെ കുഞ്ഞുമ്മായും ഉമ്മയുടെ അനിയത്തിയാണ് കേട്ടോ, ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ട്. അങ്ങനെ ഉമ്മാക്കും ഫുഡൊന്നും വേണ്ട, അങ്ങനെ ഉമ്മ പഴം കഴിക്കുന്നുണ്ട്, ഇക്ക ചായയും അതുപോലെ സ്നാക്സും ഒക്കെ കഴിച്ച് ഞാൻ ഇശലിന് ഫുഡ് കഴിപ്പിക്കാൻ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാരിയൊക്കെ കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഈ വീടിൻ്റെ വിശേഷമൊക്കെ കണ്ടില്ലേ? ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നഭവനവും ഇതുപോലെ മനോഹരവും സമാധാനപൂർണവുമാക്കാൻ നിങ്ങൾക്കും സാധിക്കും കേട്ടോ. ഈ വീടിൻ്റെ വിശേഷങ്ങളും വഴിയോര കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ, ഇൻഷാ അള്ളാ. അപ്പോൾ നമ്മളിതേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. മക്കൾ 3 പേരും ബാക്കിലാണ്. പോകുന്ന വഴിക്ക് കുഞ്ഞുമായ കൂടെ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുമായ വഴിയിൽ ഇറക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകണം. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇനി ഈ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമുക്കിനി അത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.